എന്താടാ പേങ്ങ? എന്റെ മോളെ കല്യാണം ഉറപ്പിച്ച അമ്പ്ര. ആ, ചേർത്തലേന്നാ ചെറുക്കൻ. നന്നായി. എന്റെ കുടികിടപ്പ് 10 സെന്റ് സ്ഥലോ ശ്രീധനായിട്ട് കൊടുക്കാന്നാ കരാറ്. അതിന്റെ ആധാരം ഇവിടെ പണയത്തിലാ. അത് ഏത് വിട്ടു കിട്ടണം. പണം അമ്പ്ര. എത്ര ഉണ്ട് ഇത്? 1000 റുപ്യ. പലിശ സഹിതം 3000 രൂപ എന്നല്ലേ ഇന്നാളെ ഒരു ദിവസം നീ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത്? ആകെ 500 റുപ്യോ ഞാൻ കടമായിട്ട് പറ്റിയിട്ടുള്ളൂ. അതിന്റെ ഇരട്ടി ഞാൻ പണിയെടുത്ത് വീട്ടിയിട്ടും ഉണ്ട്. ഈ പണം തന്നെ ഇരട്ടിയാ. ഇനി ഞാൻ വിചാരിച്ചാൽ നടക്കൂല. എന്റെ പണയം വിട്ടുക, ഇല്ലെങ്കിൽ എന്റെ മോളെ കല്യാണം നടക്കൂല അമ്പ്ര. നീ ആള് വലിയ തമാശക്കാരനാണല്ലോടാ. എടാ, ഈ കാശ് പണയം എന്നൊക്കെ പറഞ്ഞാ അതിന് ചില നിയമങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ട്. നീ പോയി ഒരു 2000 രൂപ ഇവിടെ ഇങ്ങ് കൊണ്ടുപോവാ. അയ്യോ, പണയം വിട്ടു തരുന്ന കാര്യം അപ്പ ആലോചിക്കാം. 2000 രൂപയും കൂടി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാണ് അമ്പ്ര? അമ്പ്ര, എന്റെ മോളെ കല്യാണം മുടങ്ങിയ ഏനി ഉമ്മർത്ത് വന്ന് കെട്ടി തൂക്കിച്ചെത്താണ്. ഇത് മോക്ക് കൊടുക്ക കല്യാണത്തിന്. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി വിറ്റ് ഇവിടുത്തെ കടം തീർക്ക. എന്റെ മനസ്സിനൊരാലസ്യം. താറാവിനാരെങ്കിലും കറി വെച്ചു. അമ്മോ, അമ്മോ, എടാ, ഞാനാ പറയുന്നത്. ഇവന്റെ കഴുത്തുന്നതിനായി ഏതൊരു കിടാത്തിന് മേത്ത് ഈ കുറിപ്പ് കൈവെക്ക്. ഞാനാ പറയുന്നത്, അരിവാണെങ്കിൽ തരാൻ. ഏൻ പിന്നെ എന്ത് ചെയ്യണം നമ്മ? ഏത് മോളെ മാനം കാക്കാൻ ഈ അരിവാളല്ലാതെ എന്തുണ്ട് നമ്മ? എന്നാൽ അങ്ങോട്ട് അരി. ഇവനെ മാത്രമല്ല ഇവളെയും കൂടെ അരിയെ. അപ്പൊ ശരിയാകും നിന്റെ മാനം. എന്റെ മോക്കന് എന്ത് ഗതി? നീ വല്ല അതിക്രമവും കാണിച്ച് ജയിലിൽ കയറി ഇവക്കെന്താടാ ഒരു ഗതി? രാഘവൻ നായർ പറഞ്ഞാൽ ശരി. നീ വെറുതെ കിടന്ന് തുള്ളിയിട്ടെന്താ കാര്യം? നിന്റെ മോടെ മാനം പോയ എനിക്ക് ദണ്ണമൊന്നുമില്ല. തമ്പ്രാനും പണിക്കാരനുമായിട്ടാണോടാ പേങ്ങ ഇത്രയും കാലം നമ്മൾ ജീവിച്ചത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം? എത്ര നേരം എന്ന് വെച്ചാൽ ഈ ചക്കനെ ഇങ്ങനെ കെട്ടിയിരുന്നത്? ഭഗവാനെ, ആ മാധവ പണിക്കരെ അറിയുമ്പോ ഇവിടെ എന്തൊക്കെ നടക്കുകയാവും. പേടിയുള്ള ഒരു പെരേ കയറി ഇരുന്നോണം. മാധവ പണിക്കർ ഇവിടെ വന്ന് എന്റെ പേങ്ങനോട് സമാധാനം പറയാതെ ഒറ്റ ഒരുത്തനും ഇവനെ അഴിച്ചുവിടാൻ പോകുന്നില്ല. ഞാൻ നല്ലതിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഒരൊറ്റ ഒരുത്തി അതിനെല്ലാത്തിനും കാരണം. വെറുതെ കിടന്ന് വിളിച്ചു കൂവി അസത്ത്. ആഹാ, അമ്മുന് പകരം എന്നെ ആയിരുന്നെങ്കിലോ? അപ്പോഴും അച്ഛൻ ഇത് തന്നെ ആയിരിക്കും പറയാ. ഇവനെ കൊണ്ടുള്ള ശല്യം ഞങ്ങൾ പെണ്ണുങ്ങൾക്കേ അറിയൂ. ഇതിനൊരു സമാധാനം ഉണ്ടാക്കാതെ ഇവനെ ഇവിടുന്ന് വിടരുത്. ഓലവലാതി വരുന്നുണ്ട്. എന്താടാ ഇത്? അഴിക്കടാ. എടാ, അനങ്ങി പോരുത്. രാഘവൻ നായർക്ക് എന്താ വേണ്ടത്?
മേമന കൊച്ചുപണിക്കത്തിന് ഇതുപോലൊരു പെങ്കൊച്ചിനെ നശിപ്പിക്കരുത്. ഇവിടെ കണ്ണീരിനൊരു പരിഹാരം കാണണം. ഇതിനൊക്കെ ഇപ്പോ പരിഹാരം കാണണമെന്ന് പറഞ്ഞാ? നിങ്ങളുടെ മോനെ ഇവിടെ കെട്ടണമെന്ന്. ഓഹോ, പിന്നല്ലാതെ കല്യാണം ഉറപ്പിച്ച പെണ്ണായിരുന്നു. ഇനി ഇവിടെ വേറെ ആര് കെട്ടും? എന്താടി പറഞ്ഞേ? എന്റെ മോനാ? എന്റെ തറവാട്ടിലേക്ക് പൊലച്ചി പെണ്ണോ? പൊലച്ചിപ്പെണ്ണിനെ നിങ്ങളുടെ മോന് പിഴപ്പിക്കാമെങ്കിൽ അവളെ പൊറപ്പിക്കുകയും ചെയ്യാം. അമ്മൂനെ ഇവൻ തന്നെ കെട്ടണം. അവക്കുണ്ട് മാനം. അത് നിങ്ങളുടെ മോന് ചവിട്ടി തേച്ച് കളയാനുള്ളതല്ല. അതെ അതെ, രാധ പറഞ്ഞ ശരി. വിടരുതവരെ. ഇപ്പത്തെ തീരുമാനിക്കണം. ഈ പണി ഇവിടെ നടക്കില്ല. പെമ്പിളർക്ക് ഇവിടെ ജീവിക്കണ്ടേ? മോനോടെ വല്ല മുറുക്കും മേലെ പെടുത്തി കയറാൻ അല്ല, എന്റെ മകൻ ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. അതിപ്പോ പരിഹാരമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാ നമുക്ക് സംസാരിക്കാം. ഏതായാലും ഇപ്പൊ ഇവനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നതല്ലേ രാഘവൻ നേരെ നല്ലത്? ഇവളുടെ കാര്യം തീരുമാനിക്കാതെ അച്ഛനും മോനും ഇവിടുന്ന് ഒരടി പോലും നീങ്ങില്ല. രാഘവൻ നായർ പറയുന്നത് ന്യായം തന്നെ. എന്റെ മകന്റെ വിധി അതായിരിക്കും. ഏതായാലും ഇവനിവളെ ഇഷ്ടമായത് കൊണ്ടാണല്ലോ ഈ പണി കാണിച്ചത്. ഇനിയിപ്പോ ജാതിയും മതമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് അവരുടെ കല്യാണം അങ്ങ് നടത്തിയേക്കാം. എന്താ പോരെ? ആ, അഴിക്കടാ. എടാ, കക്കാൻ പഠിച്ചാ പോരാ, നിക്കാനും പഠിക്കണം. ആയ കാലത്ത് ഞാൻ പൊക്കാത്ത ചെറ്റ ഒന്നും ഈ കരയിലില്ലടാ. പക്ഷെ ഇതുപോലെ മാനം കെട്ട പണിക്ക് ആപ്പിലാകേണ്ടി വന്നിട്ടില്ല. ഏതായാലും വന്നത് വന്നു, നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദിനേശ, പേങ്ങന്റെ മോളുടെ കല്യാണം അങ്ങ് നടത്തി കൊടുത്തേക്ക്. അച്ഛന്റെ പൊന്നു പോളെ, മോളെ, പൊന്നു മോളെ. തമ്പ്ര, പേങ്ങനോ? നിന്റെ മോള് കായലിൽ ചാടി ചത്തുവല്ലേ? കഷ്ടമായി പോയി. പെമ്പിള്ളേര് പ്രായമാവുമ്പോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വളർത്തണ്ടേടാ. തമ്പ്ര, ഇതാ ഏനിതിവിടെ തരാൻ വന്നതാ. ഇത് ദിനേശന്റെ കഴുത്തിലെ പുലിനഖമല്ലേ? അതെ തമ്പ്ര. ഇത് എവിടെ നിന്ന് കിട്ടി നിനക്ക്? എന്റെ മോളെ ചമത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് തമ്പ്ര. ഇറങ്ങിപ്പോടാ. ഒറ്റ മോളായിരുന്നു തമ്പ്ര. തള്ള മസൂരി പിടിച്ച് ചത്ത പിന്നെ എടുത്തോളും വലത്തോളും മാറി മാറിയാണ് ഞാൻ വളർത്തിയത് തമ്പ്ര. നിന്നോട് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. നെഞ്ചത്തടിക്കാനും നിലവിളിക്കാനുള്ള സ്ഥലം അല്ലിത്. എടാ പരമദ്രോഹി,
നാലായിരപ്പറ മടമുറിഞ്ഞപ്പോ ഏൻ ചാച്ചൻ കണ്ടമ്പലിയൻ തിമിർക്കുന്ന വെള്ളത്തിൽ എടുത്ത് ചാടി ഉയിര് കൊടുത്ത ആ മട ഉറപ്പിച്ചത്. അന്ന് ആ മട ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ ഈ തറവാടുണ്ടോടാ? നീ ഉണ്ടോടാ? ആ മട എന്റെ അടി കുഴിച്ചു നോക്കിയ ഇപ്പോഴും കാണും ഏൻ ചാച്ചന്റെ എല്ലും കൂട്. ആ എന്നോട് തന്നെ നീ ഇത് ചെയ്തല്ലോടാ. നിന്റെ തലയിൽ ഇടിവിട്ട് കൊള്ളട്ടടാ. നീയും നിന്റെ മക്കളും നശിച്ചെരിഞ്ഞ് കരിഞ്ചാമ്പലടിച്ചു പോട്ടെ. ഫൂ. ചോദിക്കാൻ ആരുമില്ലാത്ത പേങ്ങന്റെ മോൾ അമ്മു കായലിൽ താനെ ചാടി ചത്തതല്ല. ആണെന്ന് പറഞ്ഞുണ്ടാക്കിയാൽ അത് ഈ നാട്ടുകാരും വിശ്വസിക്കാനും പോണില്ല. അവളെ കൊന്നതാരാണെന്നും എന്തിനു വേണ്ടിയാണെന്നും എല്ലാവർക്കും നന്നായി അറിയാം. അതറിയാത്ത ഒരേ ഒരു വർഗം ഇവിടുത്തെ പോലീസുകാരാണ്. നീ അടക്കം സൂക്ഷിച്ച് സംസാരിക്കണം. പോടാ. ഒന്നുകിൽ മേമനക്കാരെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ നക്കാപ്പിച്ച മേടിച്ചിട്ട്. രണ്ടിനായാലും സ്വന്തം നട്ടല് പണയം വെച്ച നിന്റെ കൂട്ടുകാരെന്ന് പറയാൻ ഞങ്ങൾക്ക് നാണമാകുന്നടാ. ഒരിക്കൽ കൂടി അത് പറയരുത്. പറഞ്ഞാൽ പറയരുത്. എടാ, മേമനക്കാരെ തളയ്ക്കാൻ വ്രതമെടുത്ത് ജീവിക്കുന്നവനാ ഞാൻ. ഒരു സൂചി പഴുതുപോലും ഞാൻ വിടില്ല. നിങ്ങൾക്കറിയോ, ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഞാൻ വിളക്കൊളുത്താറുള്ളത് ഈശ്വരന്മാരുടെ ചിത്രത്തിന് മുമ്പിലല്ല, മാധവപ്പണിക്കരി കായലിൽ മുക്കിക്കൊന്ന എന്റെ അമ്മയുടെ ചിത്രത്തിന് മുമ്പിലാ. അയാളെ കൊണ്ട് എണ്ണി എണ്ണി കണക്ക് പറയിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കിയിട്ട് ഞാൻ ഓരോ ദിവസവും ആരംഭിക്കാറ്. നിങ്ങൾക്കറിയോ, ഈ കാക്കി ഞാൻ ഇട്ടത് ഇതിനകത്ത് ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം തെറ്റിനെ തെറ്റെന്ന് വിളിക്കാനും അടിച്ചൊതുക്കാനുമാ. അതിനെന്തെങ്കിലും എനിക്ക് കഴിയാതെ പോയാ അന്ന് ഈ ഉണ്ണി ചത്തെന്ന് കൂട്ടിക്കോ. ആ, നീ കുറച്ചു ദിവസം കായംകുളത്ത് പോയി ഭവാനി ചേച്ചിയുടെ വീട്ടിൽ താമസിക്കേ. വേണ്ട തട ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. ഒരല്പം വൈകിപ്പോയി. കായംകുളം വരെ പോണ്ട. തൽക്കാലം നമുക്ക് ശേഷം വരുന്നു പോവാം. ഇൻസ്പെക്ടർ, മറ്റാരേക്കാളും നന്നായി നിങ്ങൾക്കറിയാവുന്ന വിഷയമായതുകൊണ്ട് മുഖവരിയൊന്നും വേണ്ടല്ലോ. പേങ്ങന്റെ മകൾ അമ്മൂനെ കൊന്ന കുറ്റത്തിന് മിസ്റ്റർ ദിനേശിനെ അറസ്റ്റ് ചെയ്യുക. എന്ത് തെളിവിച്ച്? അതൊക്കെ ഹാജരാക്കേണ്ടത് ഞാൻ ഹാജരായിക്കോളാം. മിണ്ടാതിരിയുടെ വച്ചനെ. ഈ തറവാട്ടിൽ വന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അധികാരകർവ് കാണിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. വളരെ നേരത്തെ വേണ്ടതായിരുന്നു. ഏറെ വൈകി. ഇതിന്റെ ഭവിഷ്യത്ത് എന്താകുമെന്ന് എനിക്കറിയില്ല. തടയാൻ നിന്നാ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് താൻ ഒറ്റയ്ക്കാവില്ല. ഈ കുടുംബത്തിലുള്ള മറ്റെല്ലാരും ചേർന്നിട്ടാവും. സർ, പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ വരേണ്ട ആവശ്യം താൻ ഉണ്ടാക്കൽ. പെട്ടെന്നാലും വരാൻ ചെയ്യും. ഇരിക്കൂ. താനിത് എന്ത് ഭാവിച്ച? സർ, ഇദ്ദേഹത്തിന്റെ മകനെ എന്തടിസ്ഥാനത്തിലാ താൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടത്? അമ്മു എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയാണ് സർ. കൊലപ്പെടുത്തി ആരാന്ന് താൻ തീരുമാനിച്ചാൽ മതിയോ? താൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്നു മുതൽ തന്റെ ഓരോ പ്രവൃത്തിയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് എസ് ഐമാര് മുമ്പിരുന്ന കസേരയായത്. അവരാരും കാണിക്കാൻ നെകളിപ്പ താൻ കാണിക്കുന്നത്. സർ, മതിയായ തെളിവുകളുടെ പിൻബലത്തോടെയാണ് ഞാൻ ഈ അറസ്റ്റ് നടത്തിയത്. ആ തെളിവുകൾ SP അദ്ദേഹത്തെ കൂടെ ഒന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തിയാട്ടെ. അമ്മു കൊലക്കേസിന്റെ ഫയൽ എടുക്ക്. യെസ് സർ. ഇതിനകത്തിന്റെ രേഖകൾ എവിടെ? അറിയില്ല സർ. ഹെഡ് കോൺസ്റ്റബിൾ എവിടെ? കുറച്ചു മുമ്പ് ഒരു പയ്യൻ വന്ന അപ്പച്ചൻ സാറിന്റെ 1 മാസത്തെ ലീവ് അപേക്ഷയും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും തന്നേച്ചു പോയി. കീഴുദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച് തന്റെ പ്രവൃത്തി ന്യായീകരിക്കാൻ നോക്കരുത്. എടോ, ഈ നാട്ടില് നിലയും വിലയും ബഹുജന സമ്മതി ഉള്ളവരാ മാധവപ്പണിക്കരും മക്കളും. തന്റെ വ്യക്തിവിരോധം തീർക്കാൻ താൻ ഈ കുപ്പായം ദുരുപയോഗപ്പെടുത്തി. തനിക്കെതിരെ എനിക്ക് നടപടിയെടുക്കേണ്ടി വരും. വാട്ട് ബ്ലഡി എക്സ്പ്ലനേഷൻ യു ഹാവ് ഗോട്ട്
ഫോർ ദിസ് സ്റ്റുപ്പിഡ് ആക്ഷൻ? പറയടോ, തനിക്ക് എന്ത് വിശദീകരണമുണ്ട്? സർ, ഈ ചോദ്യത്തിന് ഒന്നുകിൽ മറുപടി പറയാതെ ഞാൻ തല കുനിച്ചിരിക്കണം, അല്ലെങ്കിൽ പറയാനുള്ളത് വെട്ടി തുറന്ന് പറയണം. പക്ഷെ അത് ഈ യൂണിഫോമിൽ നിന്ന് പറയാൻ എനിക്കിതിരി വിഷമമുണ്ട്. ഇത് വലിച്ചെറിഞ്ഞിട്ടാണെങ്കിൽ ഐ വുഡ് ഹാവ് ഗിവൺ ദ ബ്ലഡി എക്സ്പ്ലനേഷൻസ് യു ആസ്ക്ഡ് ഫോർ. പക്ഷെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് സമയം തരണം. എനിക്കൊരാളോട് അനുവാദം ചോദിക്കാനുണ്ട്. ഹോം മിനിസ്റ്റർ കൊടുക്കൂ. സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണ വാര്യരാന്ന് പറഞ്ഞാൽ മതി. യെസ്, ഇറ്റ്സ് മോസ്റ്റ് അർജന്റ്, പ്ലീസ്. സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ സ്പീക്കിംഗ്, സർ. ഒരു കൊലക്കേസിൽ മേമന മാധവ് പണിക്കരുടെ മകൻ ദിനേശിനെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതിന് അടിസ്ഥാനമായ തെളിവുകൾ എന്റെ സഹപ്രവർത്തകർ നശിപ്പിച്ചു. SP സാർ ഇവിടെ വന്ന് എന്റെ മുന്നിലിരുന്ന് വിശദീകരണം ആവശ്യപ്പെടുന്നു. ഈ യൂണിഫോമിൽ നിന്ന് മറുപടി നൽകാൻ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ എന്ത് വേണം, സർ? SP ക്ക് ഫോൺ കൊടുക്ക്. സർ, ഹോം മിനിസ്റ്റർക്ക് സംസാരിക്കണം. സാർ, ഇതിനേക്കാൾ കുഴഞ്ഞ 100 കേസുകൾ ഉണ്ടായിട്ടും ഒരു സ്റ്റേഷനിലും തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾ ഈ കേസിനോട് ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അയ്യോ സാർ, അങ്ങനെയൊന്നുമില്ല സാർ. എടോ, തന്റെ കൂർ ആരോടാണെന്നും എന്തിനോടാണെന്നും അറിയാൻ തന്റെ സർവീസ് റെക്കോർഡ് മാത്രം നോക്കിയാൽ മതി. പെൻഷൻ മേടിക്കാൻ ഇനി 2 കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. അതോ അതിനു മുമ്പ് വീട്ടിലിരിക്കണമെന്നുണ്ടോ? സാർ, സ്റ്റേഷനിൽ നിന്നും ഔദ്യോഗിക രേഖകൾ എങ്ങനെ നഷ്ടപ്പെട്ടുവെന്ന് SI അന്വേഷിക്കും. ആ റിപ്പോർട്ട് SP ആയ തനിക്ക് സമർപ്പിക്കും. റിപ്പോർട്ട് കിട്ടി 24 മണിക്കൂറിനകം കുറ്റക്കാരാരായിരുന്നാലും കസ്റ്റഡിയിലെടുത്ത് നടപടിയെടുക്കണം. അതല്ല അതങ്ങാണ് SP ഓഫീസിൽ നിന്ന് ചോർന്നു പോയാൽ ബാലങ്കാരം എന്നെ താൻ മര്യാദയ്ക്ക് തൊപ്പി വെച്ച് റിട്ടയർ ചെയ്യൂല. മൈൻഡ് ദാറ്റ്. സാർ. SI ക്ക് കൊടുക്ക്. സാർ. തൽക്കാലം വഴുതിന്ന് കരുതി നീ ഡെസ്പാണ്ടളിയ. ഫയൽ മുക്കിയത് ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കും. അവനുള്ളത് ആദ്യം കൊടുക്കാം. പിന്നെ മാധവ പണിക്കരെയും മക്കളെയും നീ ഒതുക്കുന്ന കണ്ടട്ടെ ചാണ്ടിക്കുഞ്ഞി കസേരയെന്ന് വിടുവളയാ. നീ ധൈര്യമായിട്ടിരിക്കും. സർ, തെളിവില്ലാതെ ഒരാളെ കസ്റ്റഡി സൂക്ഷിക്കാൻ നമുക്ക് അധികാരമില്ല. ഇദ്ദേഹത്തിന് മാന തുറന്നു വിട്ടേക്ക്. സർ. ഇനി എന്തെങ്കിലും പ്രായശ്ചിത്തം ഞാൻ ചെയ്യണോ, സർ? നോ, നത്തിങ്. എന്നാ മോനെയും കൂട്ടി മാധവ പണിക്കര് ചെല്ല്. തെളിവുകളൊക്കെ മുക്കി ഇത്തവണ നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ മുക്കാൻ പറ്റാത്ത തെളിവുകളുമായിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരും. അന്ന് വിലങ്ങ് വീഴുക മക്കളുടെ മാത്രം കയ്യിലാവില്ല, തന്റെയും കൂടി ചേർത്തായിരിക്കും. ഓർത്തോ? എവിടാ അപ്പച്ചൻ?